ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ അധികം എണ്ണയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ ചോറിൻ്റെയും കഞ്ഞിയുടെയും ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ലഞ്ച് ബോക്സിലേക്കൊക്കെ പാക്ക് ചെയ്യാനും കൂടി പറ്റുന്ന ഈ ഒരു വഴുതനങ്ങ മെഴുക്കുവരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വഴുതനങ്ങ മെഴുക്കുവരട്ടി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് വഴുതനങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ വീട്ടിൽ ഉണ്ടായ വഴുതനയാണ് കേട്ടോ, അതുകൊണ്ടാണ് പല കളറിലുള്ളത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് വെച്ചിട്ട് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു വയലറ്റ് കളറിലുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ, അത് വെച്ചിട്ടും നമുക്ക് ഈ ഒരു മെഴുക്കുവരട്ടി ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വഴുതനങ്ങയുടെ കളറൊന്നും മാറിപ്പോകത്തില്ല. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ വഴുതനങ്ങയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു വഴുതനങ്ങ മെഴുക്കുവരട്ടി വന്നിട്ട് അധികം എണ്ണയൊന്നും ചേർക്കാതെയാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ലഞ്ച് ബോക്സിലേക്കും പാക്ക് ചെയ്യാനും നല്ലൊരു സൈഡ് ഡിഷാണ്. എണ്ണയൊന്നും അങ്ങനെ വഴിഞ്ഞു പോകത്തൊന്നുമില്ല. തന്നെയല്ല, വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇതുപോലെ മെഴുക്കുവരട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കുന്നത് കാണാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയെല്ലാം ഞാനിപ്പോൾ ഇവിടെ നിന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളിത് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടത് കൊണ്ട് തന്നെ ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല. ഇല്ലെങ്കിൽ ഇത് ചെറുതായിട്ട് ഇങ്ങനെ കറുത്ത് വരുന്നത് കാണാം. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഞാനിത് ഡയറക്റ്റ് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളമെല്ലാം ഒന്ന് മാറ്റിക്കൊണ്ടുവരാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു മുളക് പൊടിയും കായപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും എല്ലാം നമ്മുടെ വഴുതനങ്ങയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിരിക്കുന്നത് കാണാം. ഇതിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എണ്ണയെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടികളൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ആ ഒരു വഴുതനങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന എണ്ണ വന്നിട്ട് ഈ വഴുതനങ്ങയിലെല്ലാം ഒന്ന് കോട്ടായി വരണം. ആ ഒരു രീതിക്ക് വളരെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാ കണ്ടില്ലേ, ഇതുപോലെ വേണം ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ തീയെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം പാത്രം അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. വഴുതനങ്ങ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഇത് ഇടയ്ക്ക് വന്നിട്ട് പാത്രം തുറന്നു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഒരുപാട് അങ്ങനെ ഇട്ട് ഇളക്കരുത്. ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും. ഒരുപാട് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ വഴുതനങ്ങയെല്ലാം കുഴഞ്ഞു പോകും. അപ്പോൾ അതായത് ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടുമില്ല. മസാലകളെല്ലാം വഴുതനങ്ങയിൽ നന്നായിട്ട് പിടിച്ചിരിപ്പുണ്ട്. തന്നെയല്ല, നമുക്കിതിലേക്ക് അധികം എണ്ണയും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും തന്നെ കുഴഞ്ഞു പോകാത്ത വഴുതനങ്ങ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട. ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ലഞ്ച് ബോക്സിലേക്കൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷും കൂടിയാണ് ഈ ഒരു വഴുതനങ്ങ മെഴുക്കുവരട്ടി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ. ബൈ.